ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. പഞ്ചാബ് കിങ്സിൻ്റെ ഒരു ഫുൾ സ്കോഡ് അനാലിസിസ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വരാണ്ടിരിക്കുന്ന IPL സീസണിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ക്ലബ്ബ് തന്നെയായിരിക്കും, ഫ്രാഞ്ചൈസി തന്നെയായിരിക്കും പഞ്ചാബ് കിങ്സ്. നമുക്കറിയാം, ആദ്യ IPL കിരീടം ലക്ഷ്യമിട്ടിരിക്കുന്ന പഞ്ചാബിന് ഇത്തവണ മികച്ച താരങ്ങളുടെ അകമ്പടി തന്നെയുണ്ട്. ശിഖർ ധവാൻ്റെ ക്യാപ്റ്റൻസിയും മികച്ച യുവതാരങ്ങളടക്കമുള്ള കെൽപ്പുള്ള ഒരു ബാലൻസ്ഡ് ടീം തന്നെയാണ് പഞ്ചാബ്. മുൻ സീസണുകളേക്കാൾ അപേക്ഷിച്ച് നോക്കിയാൽ ഭേദപ്പെട്ട ടീം തന്നെയാണ് ഇത്തവണ പഞ്ചാബിനുള്ളത്. സോ വീഡിയോയിൽ പോകുന്നതിന് മുൻപ് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് വീഡിയോസ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ശിഖർ ധവാൻ നായകനായിട്ടുള്ള പഞ്ചാബ് കിങ്സിൽ ആദ്യം തന്നെ മാത്യു ഷോട്ട്, പ്രഭ്സിമ്രൻ സിംഗ്, ജിതേഷ് ശർമ്മ, സിക്കന്ദർ റാസ, ഋഷി ധവാൻ, ലിയാം ലിവിങ്സ്റ്റൺ, അഥർവ തായ്ഡെ, അർഷ്ദീപ് സിംഗ്, നെതൻ എല്ലിസ്, സാം കറൻ, കഗീസോർ റബാഡ, ഹർപ്രീത് ബ്രാർ, രാഹുൽ ചഹാർ, ഹർപ്രീത് ഭാട്ടിയ, വിദ്വത് കവിരബ, ശിവം സിംഗ്, ഹർഷൽ പട്ടേൽ, ക്രിസ് വോക്സ്, അശുതോഷ് ശർമ്മ, വിശ്വനാഥ്, പ്രതാപ് സിംഗ്, ശശാങ്ക് സിംഗ്, പ്രിൻസ് ചൗധരി, റൈലി റോസോ തുടങ്ങിയ താരങ്ങളുണ്ട്. നമുക്കറിയാം, ഇത്തവണ മെയിനായിട്ടും പഞ്ചാബ് മേടിച്ച താരങ്ങൾ എന്ന് പറയുന്നത് ഹർഷൽ പട്ടേൽ, ക്രിസ് വോക്സ്, അതോടൊപ്പം റൈലി റോസോ തുടങ്ങിയ താരങ്ങളെയായിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം റൈലി റോസോട് തന്നെയാണ്. ഏതാണ്ട് ആദ്യ അറ്റംപ്റ്റിൽ ആരും പിടിക്കാതിരുന്ന താരത്തിന് വേണ്ടി അവസാനം രണ്ടാമത് സ്ക്രീനിൽ പേര് വന്നപ്പോൾ 2 കോടി രൂപ അടിസ്ഥാനമില്ല ഉണ്ടായിരുന്ന താരത്തെ 8 കോടി രൂപ മുടക്കിയായിരുന്നു പഞ്ചാബ് കൂടാരത്തിലേക്ക് എത്തിച്ചത്. അത് വെറുതെ അല്ലെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് നിലവിൽ റൈലി റോസോ എന്ന സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റർ SA20 ലീഗിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റുകളൊക്കെ നേരത്തെ തന്നെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി കയറി കാണുക. അതോടൊപ്പം ഇത്തവണ എടുത്തു നടത്താൻ ഇപ്പോൾ ജിതേഷ് ശർമ്മ, നമുക്കറിയാം, ഇന്ത്യൻ ടീമിൻ്റെ വിക്കറ്റ് കീപ്പറായി. കഴിഞ്ഞ അഫ്ഗാനിസ്ഥാനെതിരെ T20 പരമ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായിരുന്നു ജിതേഷ് ശർമ്മ. മിന്നും പ്രകടനം തന്നെയായിരുന്നു നിലവിൽ കാഴ്ചവെച്ചത്. സോ അതിനാൽ തന്നെ വരാനിരിക്കുന്ന IPL സീസണിൽ പഞ്ചാബ് കിങ്സിൻ്റെ ആ ഒരു മെയിൻ ഫോക്കസ്ഡ് പ്ലെയർ തന്നെയായിരിക്കും കഴിഞ്ഞ സീസണിൽ വെടിക്കെട്ട് പ്രകടനം നടത്തിയ ജിതേഷ് ശർമ്മ എന്ന യുവതാരം. അതോടൊപ്പം എടുത്തു പറയുന്ന താരങ്ങൾ തന്നെയാണ് അർഷ്ദീപ് സിംഗ്. അതേ സെയിം അഫ്ഗാനിസ്ഥാനെതിരെ പരമ്പരയിൽ തന്നെ ആദ്യ 2 മത്സരങ്ങളിലും മിന്നും ബോളിംഗ് ലൈനപ്പ് പ്രകടനം കാഴ്ചവെച്ച താരം തന്നെയായിരുന്നു അർഷ്ദീപ് സിംഗ്. പിന്നെ ഹർഷൽ പട്ടേൽ. ഇത്തവണ അർഷ്ദീപ് സിംഗ് എന്ന മെയിൻ ഇന്ത്യൻ യുവ പേസ് ബോളർക്കൊപ്പം കൂട്ടായി കഗീസോർ റബാഡെ നയിക്കുന്ന പഞ്ചാബിൻ്റെ പേസ് ബോളിംഗ് ലൈനപ്പിലേക്ക് ഇത്തവണ ഹർഷൽ പട്ടേൽ എന്ന ഇന്ത്യൻ ഇൻ്റർനാഷണൽ കൂടി എത്തുന്നതോടുകൂടി പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മാരകം തന്നെയാണ്. പഞ്ചാബിൻ്റെ ഏതൊരു ലോകോത്തര ബാറ്റർക്കും പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്ന ബോളിംഗ് ലൈനപ്പുള്ള ടീം തന്നെയാണ് പഞ്ചാബ് കിങ്സ്. കഗീസോർ റബാഡ, നെതൻ എല്ലിസ്, സാം കറൻ, അർഷ്ദീപ് സിംഗ്, ഹർഷൽ പട്ടേൽ, ക്രിസ് വോക്സ് തുടങ്ങിയ പേസ് ബോളേഴ്സും ഹർപ്രീത് ബ്രാർ, രാഹുൽ ചഹാർ തുടങ്ങിയ സ്പിൻ ബോളേഴ്സും കൂടി ചേരുമ്പോൾ, സിക്കന്ദർ റാസ തുടങ്ങിയ താരങ്ങൾ കൂടി ചേരുമ്പോൾ പഞ്ചാബിൻ്റെ സ്പിൻ ആൻഡ് പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ളി സ്ട്രോങ് തന്നെയാണ്. ബാറ്റിങ്ങിലും ഒട്ടും പോരായ്മകളില്ല പഞ്ചാബ് കിങ്സിന്. ശിഖർ ധവാൻ ക്യാപ്റ്റൻ നയിക്കുന്ന ബാറ്റിംഗ് ലൈനപ്പിൽ മാത്യു ഷോട്ട്, പ്രഭ്സിമ്രൻ സിംഗ്, ജിതേഷ് ശർമ്മ, സിക്കന്ദർ റാസ എടുത്തു പറയേണ്ട താരം. ഇത്തവണ ഏറ്റവും റീസെൻ്റ് കഴിഞ്ഞ ശ്രീലങ്കയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പരമ്പരയിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു സിക്കന്ദർ റാസ എന്ന സിംബാബ്വെ ക്രിക്കറ്റർ കാഴ്ചവെക്കുന്നത്. ലിയാം ലിവിങ്സ്റ്റൺ, ഋഷി ധവാൻ, അഥർവ തായ്ഡെ, അതോടൊപ്പം റൈലി റോസോ SA20 ലീഗിലും നിലവിൽ താരം. പ്രിട്ടോറിയ ക്യാപിറ്റൽസിന് വേണ്ടി മിന്നും പ്രകടനമാണ് റൈലി റോസോ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിനടുത്ത് തന്നെ താരങ്ങളെല്ലാം വളരെ മികച്ച ഫോമിൽ തന്നെയാണ് പഞ്ചാബ് കിങ്സിന് വേണ്ടി IPL തുടങ്ങുന്നതിന് മുൻപ് നിലവിൽ അവരുടെ താരങ്ങളെല്ലാം വളരെ മികച്ച മാരക ഫോമിൽ തന്നെയാണ്. സോ അതിനടുത്ത് തന്നെ വരാനിരിക്കുന്ന IPL സീസണിൽ എന്തുകൊണ്ടും ടെൻഷൻ ഫ്രീ ഫ്രാഞ്ചൈസിയായി തന്നെ പഞ്ചാബിന് അണിയറിൽ ഒരു തന്ത്രങ്ങൾ മെനയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്ക് മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.